അഞ്ജു എന്താടി എന്താ ഇപ്പൊ പറ്റിയേ? അഞ്ജു ചേച്ചി അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോൾ ഇതിനെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ, മതി. വേഗം റെഡി ആവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇപ്പൊ ഇത് കണ്ട അത് മതി മോളെ. ഇനി കുറെ പോകണ്ടോ? ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, വണ്ടി കൊണ്ടുവന്നേ. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതെ, പുള്ളി ഇവിടുത്തെ കാരണമൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയതാ. സെലിബ്രേഷൻ ആണല്ലേ? അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോയത്, കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ടാ. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ആ പുരുഷേട്ട ജലജ, നീ ആകെ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ, പണ്ട് എങ്ങനെ ഇരുന്ന പെണ്ണ? ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്റെ അല്ലേടി? സുന്ദരനായിരിക്കോ? പുരുഷേട്ട ഇരിക്കെ. സുഷമേച്ചി വാ, വാ മോനെ. ആളിയൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പറ്റിട്ടേ ഉള്ളൂ. ദേവി, കുഞ്ഞമ്മേ, നല്ല വന്നില്ലേ? അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേർ കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓ സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർമേച്ചയാ. ഈ കേണൽമാരുടെ ഓരോ രീതികളെ. രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ. അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. പിന്നെ 2 സിഗരറ്റും. ഓക്കെ ഡ്യൂഡേ. മിലിറ്ററിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്റെ കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി, വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ തീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാശനെ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്.
അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? നേരത്തെ വരായിരുന്നു. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ ആ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളങ്ങ് ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ടോ? എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. മണിച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ഞാൻ അല്ല ചതി ചെറുക്കണത്. ഒരുമിച്ചാ വന്നേ? ആ അതെ അതെ ഒരുമിച്ചാ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. ദേ മാമൻ ദാ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. മോളെ ഒന്ന് അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ചയത്. പുരുഷനല്ലേടാ? അല്ല സ്ത്രീ. എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിന്റെ പേര്? നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ശരി എന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ദേ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനല്ല ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല. ചേട്ടൻ പോവാ. റജി, ആ ചേട്ടാ, സൂര്യ വിളിക്കുന്നു. ഞാൻ പോയി നോക്കിട്ടെ. അതേ നോക്കിയാലോ. ആ നീ വന്ന്. നീ അവനെ കണ്ട? പിന്നെ അഞ്ചനായിട്ട് സംസാരിച്ചോണ്ട് അഞ്ജുവിൻ്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുവിനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെ പോ. എടാ സാലി, അഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ല. നമുക്കൊറ്റ ചരക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. ഉണ്ടാ? എങ്ങനെയുണ്ട്? ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ. ഇവിടുത്തെ മീനാണേ. ആ ഏതാ സ്ഥലം? മുഹമ്മ. മൊഹമ്മ.
അത് ശരി, നമുക്കവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെയും കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം ചെയ്യത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. ആശാനെ ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല. അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. ആ അതാണ്. എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ. ചേച്ചി വാ നിൽക്കുന്ന മൊബൈൽ കൊടുത്താലോ? ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിക്ക്. കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദ് എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്, ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കടോ. എടാ മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്. ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണെന്ന് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിച്ചാലാണ് കേട്ടോ, നോക്കണേ. അതെ കോഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി എനിക്ക് മാറു. എന്റെ പേരെന്താ മനസ്സിലായി? നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞാ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത്, അതുകൊണ്ടാണ് പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ KP. മനിയേട്ടത് ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ലൈറ്റ് മൊത്തം പണിയാണ് കേട്ടാ. അയാളാണെങ്കിൽ വൺ ഡേഞ്ചറാണ്. മുത്തയ്യാത്തി മറ്റേ 4ാമത്തെ വീടല്ലേ? വളരെ 4ാമത്തെ വീടല്ലേ? ആ എത്തി ഇതേ മുറ്റത്തെത്തി. ശരി. ആശാനെ മിനിമം 1 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ. അവന് വെറുതെ സീസ് കൊടുക്കലാണ്. അതൊന്നും കുഴപ്പമില്ല. അടി തുടങ്ങിയ റെജീനെ വിളിക്കണോ? ആദ്യം ഞാനൊരു 30 അടിക്കട്ടെ, എന്നിട്ട് മതി. ഈ 30 അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്?
എടാ വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാവുന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല. ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. ലൈറ്റോനെ പോ പോ. സലി മാമനൊരെണ്ണം ഒഴുക്കി. താഴെ മാറ്റേണ്ടി വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ 2-3 കുപ്പിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചീത്തയാക്കല്ലേ. ലൈറ്റോനെ നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ 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 മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം. അവനോട് ചോദിച്ചോ. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. ഒഴിക്കണം. അച്ഛോ അച്ഛോ റെജി, എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ.